ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ചക്കരമോക്ക് ആകെ വയ്യട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണല്ലേ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കൂട് ക്ലീൻ ചെയ്യാണ്. അപ്പൊ നമ്മളെ വീഡിയോ സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മുടെ ഈ ഒരു പ്രാവശ്യം നമ്മൾ ചെറിയൊരു പലകേലി ഒരു എന്താ പറയാ, ഒരു കബോർഡ് പോലത്തെ ഒരു ഒരു കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മൾ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ക്ലീൻ ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാലോ എന്ന് വിചാരിച്ച്. പിന്നെ അതല്ല, ഇതിപ്പോ അത്യാവശ്യം നല്ലതുപോലെ നാശമായിട്ടുണ്ട്. ഒന്ന് കാണിച്ചു നോക്കുന്നു, ഇത് കണ്ടില്ലേ? നമ്മളന്ന് മരപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, മരപ്പൊടി അതേപോലെ മരപ്പൊടിയും ചകിരിപ്പൊടിയാണ് തോന്നുന്നു ഇട്ടത്. അത് കണ്ടില്ലേ? അപ്പൊ നന്നായി കാഷ്ടൊക്കെ ഉണങ്ങി ഇതാക്കുന്ന സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സ്മെല്ലുണ്ടെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ എടുക്കൂലല്ലോ, സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ ഇതിപ്പോ വളമായിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ. ഞാനിവിടെ ഇപ്പൊ ഒന്നിനും നമ്മളെ കോഴിക്കാഷ്ടം നല്ല ചൂടാന്ന് പറഞ്ഞിട്ട് ഞാനൊന്നിനും എടുക്കാറില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കാണ്. അപ്പൊ ഈ ഒരു കൂട്ടിൽ കുറെ കോഴിക്കുഞ്ഞുങ്ങൾ കൊള്ളും. ഈ ഒരു കോഴിക്കൂട്ടിൽ കുറെ കോഴിക്കുഞ്ഞുങ്ങൾ കൊള്ളും. പക്ഷെ ഇതൊന്ന് ക്ലീൻ എടുക്കാണ്. അതായത് നമ്മൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതിലിടുമ്പം എന്താ പറയാ, കൂട് വൃത്തിയില്ലെങ്കിൽ പെട്ടെന്ന് അസുഖം വരും. അപ്പൊ അതുകൊണ്ടാട്ടോ ഇതൊന്ന് എന്താ പറയാ, ഇതേപോലെ ഇതിൽ വാരി, വലിയ സൗകര്യമൊന്നുമില്ല, വാരി ഇങ്ങനെ കളയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇതാക്കുന്ന ഈ ഒരു പരിപാടിയിലാട്ടോ. അപ്പൊ ഈ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ, നമ്മുടെ തള്ളക്കോയൊക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തന്ത്രപ്പാടിലാട്ടോ. അന്നപ്പോഴേക്ക് ഈ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതിലേക്ക് ഇടാലോ. ഇപ്പൊ ഇവിടെ കൂടില്ലാത്തൊരു പ്രശ്നമാട്ടോ. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പണ്ടിരുന്നതിന് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ടെന്നുള്ളത്. അപ്പൊ ആരും പറഞ്ഞിട്ടൊന്നുമില്ല, നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. പിന്നെ ഇവിടെ ഇടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാട്ടോ കൊടുക്കുന്നത്. നമ്മുടെ വായശേട്ടന് എനിക്കൊന്നും കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുക പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാട്ടോ. പക്ഷെ ഒരുപാടായി കഴിഞ്ഞാലും അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ റിസ്ക് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാട്ടോ. അപ്പൊ വേണ്ടവരൊന്ന് പറയാട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നതാക്കുന്ന ഈ ഒരു കോഴിക്കൂട് ഒന്നും പറയല്ലേ, ഇത് നമ്മളിതാ ഇതേപോലത്തെ ഒരു പലകയില് ഇതേപോലെ മേലെ വെറുതെ കുറച്ച് വേസ്റ്റ് നെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അടിച്ചിട്ടോ. അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ കുറെ ആ ഭാഗത്തേക്ക് സൗകര്യം കേട്ടോ. അപ്പം ഈ ഒരു കൂടും ഇതിനു മുമ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും ഈ ഒരു കൂടും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ക്ലീനിങ് ഇതാട്ടോ. അപ്പൊ നമ്മുടെ കൂടൊന്ന് ക്ലീൻ ചെയ്യാണ്ടിട്ടാല് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖം വരും കേട്ടോ. അപ്പൊ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, നല്ല രീതിക്ക് നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെള്ളവും അതേപോലെ ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ. അവരെ ഇടുന്ന കൂടും കൂടി വൃത്തിയാക്കി അവരെ കോഴിക്കുഞ്ഞുങ്ങൾ അതിലേക്ക് ഇട്ടാലേ കോഴിക്കുഞ്ഞുങ്ങൾക്കും അസുഖമൊന്നും വരാതെ എന്താ പറയുക, നല്ല ഉഷാറോടെ വളരുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി ഇതാട്ടോ, നമ്മുടെ കൂട് ക്ലീനിങ്. അപ്പൊ ഈ കൂട് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് വേറെ ചകിരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെതറിയിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ കൂടിന്റെ ഉൾഭാഗമൊക്കെ ഒരു വിധമൊക്കെ നമ്മൾ എന്താ പറയാ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രഷൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ളതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊക്കെ കൂടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കേട്ടോ കൈക്കൂടെ നമ്മളെ ചെറുതായിട്ട് കോഴിപ്പേൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കോഴിപ്പേൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും എന്താ പറയുക നല്ലതുപോലെ വളരില്ല അല്ലേ. അപ്പം അതുകൊണ്ട് ഇതാക്കുന്ന ഞാൻ വിചാരിച്ച് ഇനി ഇതും കൂടി കുറച്ച് നേരം ഒന്ന് എന്താ പറയുക ഒന്ന് തെളിച്ച് വിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചകിരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഈ എന്താ പറയുക ഈ ഇതിൽ തന്നെയാണ് നമ്മളിനിയിപ്പോൾ എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ പുറത്തേക്ക് ഇറക്കുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ഫോറോൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മരുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കോഴിപ്പേനൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പം ഞാനതൊന്ന് കൂടിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കോഴിപ്പേന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ പിടിച്ച് വെള്ളത്തിൽ മുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് അവരെ ചിറകിൻ്റെ അടിഭാഗത്തൊന്ന് ജസ്റ്റ് ഒരു തുള്ളിയോ 1-2 തുള്ളി മാത്രം ഉറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ വിരിഞ്ഞതല്ല, ഈ ഒരു കൂട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇതിൽ കുറച്ച് ഇതിൽ 9 കുഞ്ഞുങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു തൊപ്പയൊക്കെ പൊന്തിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർ പറ്റ ചെറുതായതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ 3 എണ്ണം കൊണ്ടിട്ടില്ല, ബാക്കി എല്ലാത്തിനും നമ്മൾ പുറത്തേക്ക് എന്താ പറയാ നമ്മൾ കുഞ്ഞുങ്ങളെപ്പുറം തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു എന്താ പറയാ, ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എന്താ പറയാ തെളിച്ചു കൊടുക്കട്ടെ. കോഴിപ്പേന് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഈ ഒരു മരുന്ന് ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ കോഴിപ്പേന് ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ ചകിരിപ്പൊടി ഇടുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഈ ഒരു എന്താ പറയാ, ഈ പോറോൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോഴിപ്പേന്റെ ഒക്കെ പോകുന്ന ഈ ചെള്ള് പോകുന്നൊക്കെ മരുന്ന് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും വീഡിയോ പറയാറുണ്ട്. നമ്മുടെ കോഴിപ്പേന്റെ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ആടുള്ളപ്പം ആടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച മരുന്നാണ്. പിന്നെ കോഴിപ്പേനും ഇത് ഉപയോഗിക്കാന്ന് അറിഞ്ഞപ്പോഴാട്ടോ ഞാനും എന്താ പറയാ കോഴികൾക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതിൽ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ, ഇത് തീർന്നു കേട്ടോ. നമ്മുടെ കോഴികളൊക്കെ ഒരുവിധമൊക്കെ അടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ കോഴിപ്പേന്റെ ഒരു ശല്യം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ബോട്ടിലും കൂടി വാങ്ങി വെക്കണം. അപ്പൊ ഇതെന്റെ കഴിഞ്ഞതാട്ടോ. ഇത് കുറച്ചുണ്ട്, പക്ഷെ അത് കുറച്ച് വില ഉണ്ട് കേട്ടോ. അതിന് 150 രൂപ അങ്ങനെ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് 13 കോഴിമുട്ട വെച്ചാൽ 9 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 കോഴിമുട്ട ബാക്കിയുള്ളത് ഇത് അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടോ. ഇതെന്തായാലും ഒരാഴ്ചത്തെ ഡിഫറൻറ്റ് ആണെന്ന് തോന്നുന്നുള്ളത്. കറക്റ്റായിട്ട് നോക്കണം അതെന്തെന്നാണല്ലോ. പക്ഷെ 9 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തള്ളേനെ ഞാൻ പുറത്തേക്ക് മാറ്റിയതാട്ടോ. എല്ലാം കൂടി ആകെ കലബിലിയായിട്ടോ. പിന്നെ അതല്ല, ഈ ഒരു പാത്രത്തിൽ നിന്ന് വേഗം അവർക്ക് പുറത്തേക്ക് ചാടി ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവക്കും അതേപോലെ തന്നെ വെച്ചാട്ടോ 2 സെറ്റായിട്ട് വെച്ചത്. അപ്പം അതിലെത്ര കോഴിമുട്ട വിരിഞ്ഞിട്ടുണ്ട് നോക്കാം. അപ്പം ഞാൻ നോക്കിയിട്ടില്ല. ഇതിൽ 7 കുഞ്ഞുങ്ങളാട്ടെ വിരിഞ്ഞത്. ബാക്കി ഞാൻ കാൻഡിഡ് ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഇവിടെ അതേപോലെ തല്ലാട്ടോ. ഇവര് എന്താ പറയുക, ഒരു സ്ഥലത്ത് തന്നെ കോഴിമുട്ട അട വെച്ചോണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇതിപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പ്രശ്നം. ഇവളും അതേപോലെ തന്നെ കൂടിൻ്റെ മേലെ അടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് കൊണ്ട് ഇരുത്തേണ്ട ഒരവസ്ഥ കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഒരു സെക്ഷൻ കുഞ്ഞുങ്ങളെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാണ്. എൻ്റെ ഫ്ലാഷ് ഓഫായിപ്പോയി, അതുകൊണ്ടാട്ടോ. ഇവർക്ക് ഞാൻ കുറച്ച് മുമ്പ് ഒരു പാത്രത്തിൽ വെള്ളമാക്കി കൊടുത്താട്ടോ. പിന്നെ വെള്ളം കൊടുത്തില്ല. എനിക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കണം. പിന്നെ അതേപോലെ കുറച്ച് കഴിഞ്ഞിട്ട് തീറ്റ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടോ. സ്റ്റാർട്ടർ തന്നെ കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഫ്രീ സ്റ്റാർട്ടർ നമ്മൾ അത്രയും നല്ല പൊടി പോലെ ഉണ്ടാവും കേട്ടോ ഫ്രീ സ്റ്റാർട്ടർ. അപ്പം അതും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്തില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതുതായിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ.